ഗൈസ്, നമ്മളെ ഇന്നത്തെ വെഡിങ് സീരീസിൽ നമ്മളെ അമ്മമാരുടെ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങൾ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ് എടുക്കാന്ന് വെച്ചാല് എന്താ പറയാ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഇവർക്ക് ഇഷ്ടപ്പെട്ട് കിട്ടാന്നൊക്കെ പറയുന്നത് കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളത് ഒന്ന് സെറ്റായി, ഇവരത് അടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്ക് അറിയാലോ കിട്ടുവോ കിട്ടൂലേ, പുറത്ത് പോണോ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ 1-2 സാധനങ്ങളൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് പോയ സമയത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്ന് അവിടെ നോക്കാം നമുക്ക് ഫസ്റ്റ് എന്ന് വിചാരിച്ച്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് ഗൈസ് പോകുന്നത്. പിന്നെ മമ്മിക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഡ്രസ് എടുക്കാൻ. സംഭവിച്ചാല് ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോ തന്നെ ഉമ്മയ്ക്ക് അത് ഒരു ത്വര, കാണാനുള്ള ത്വര. പിന്നെന്താ വെച്ചാല് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉമ്മന്റെ ആ ഒരു ഇത് എനിക്കും ഉണ്ട് ഗൈസ്, ആ ഒരു കോംപ്ലിക്കേഷൻ ഡ്രസ് എടുക്കുന്ന കല്യാണത്തിന്റെ ഡ്രസ്സിന്റെ പർച്ചേസിലേക്ക് കടന്നപ്പോഴാണ് ഷാമിനെ തന്നെ മനസ്സിലായത് ഞാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. മമ്മിക്ക് എല്ലാരും ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി പക്ഷെ സുലൈഖയ്ക്ക് ഇഷ്ടമായാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് 2 അമ്മമാർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ കാക്ക അവിടെ റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയാലോ? ഇനി അവിടെ പോയിട്ട് വേണം ഗൈസ് നമുക്ക് എന്താ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ നോക്കിയ സമയത്ത് ഇവർക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരെ മനസ്സ് കാണുന്ന ഒരു സാരികളൊക്കെ അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരങ്ങോട്ടാണ് കൊണ്ടുവന്നത്. എന്തേ പറയാണ്ടോ? പറയാലോ, നല്ല സാരി ഇട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മമ്മിക്ക് എന്താ പറയണ്ട? അപ്പൊ ഇറങ്ങിയാലോ? ഗൈസ് 2 കാർ എടുക്കാനുള്ള മടി കൊണ്ട് ഇവിടെ കുത്തി പൊളിക്കാണ്. ഇതൊക്കെ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. 2 അല്ലേ ഈ ഭാഗ്യ സ്പേസ്. ഇന്ന് നല്ല ട്രാഫിക് ഉണ്ടാവും. സൺഡേ ആണ്. 2 കാർ 2 വഴിക്ക് പോയിപ്പോ ഒരു സമയത്ത് എത്തൂല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാറിൽ കൊള്ളിച്ച്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കൊച്ചി കൊള്ളിച്ചുണ്ട്. മടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഴിച്ചിട്ടേ ഉള്ളൂ. സംഭവം അല്ലെങ്കിൽ 2 കാറി പോയാ മതി. സംഭവം എന്താ വെച്ചാല് ഇന്ന് നല്ല ട്രാഫിക് ഉണ്ടാവും. ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഈ ട്രാഫിക്കില് 2 കാറ് കൊണ്ടുപോയി കഴിഞ്ഞാല് മുന്നത്തെ കാറ് വേറെ വഴിയും പോവും, ബാക്കത്തെ കാറ് ലേറ്റ് ആവും, അങ്ങനെയൊക്കെ ഇഷ്യൂ വരും. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുത്തിക്കൊള്ളിച്ചെല്ലാണ്ട് കൂടെ കഥയും പറയും പോവാൻ വേണ്ടിട്ടാണ്. 5 ഡോറമൻ 2 കൂട്ടർ 2 കാറിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർത്താനത്ര സുഖമായിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ് എടുക്കാനാണ് പോകുന്നത്. എന്തൊക്കെ തീരുമാനങ്ങൾ വേണ്ടി വരുന്ന ഇത് ശരിക്കും കല്യാണത്തിന്റെ ആ ഒരു ഇതന്നെ. എല്ലാരും കൊറേ ആൾക്കാർ ഒരു കാറിൽ കുത്തിക്കൊള്ളിച്ച് പോയല്ലേ കല്യാണ ഷോപ്പിങ്ങിനൊക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഒരു കാറിന് എത്ര ആൾക്കാരാ തീർന്നില്ല. ആൾക്കാരെ കാണുമ്പോ പോളൊന്നും ഇത്ര ആൾക്കാർ ഇറങ്ങി വരുന്നു. കല്യാണം കടുക്കാറായില്ലേ? എന്താണ് നിങ്ങളൊരു ഇത് അഭിപ്രായം? ടെൻഷൻ എന്തൊക്കെയാണ്? ടെൻഷൻ ഒരുപാട് ടെൻഷൻ ഉണ്ട്. അതൊക്കെ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടേ മാറുള്ളൂ. കല്യാണം എന്തൊക്കെ പരിപാടികളൊക്കെ നല്ല തീരുമാനമേ ഉള്ളൂ. നല്ല രീതിയിൽ തീരണം. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ മാത്രമേ ടെൻഷനൊക്കെ മാറുള്ളൂ. ഇനി സന്തോഷമുള്ള എന്തേലും പറയും. സന്തോഷം തരുന്ന വരാനുള്ള പരിപാടികളൊക്കെ സന്തോഷമുള്ള അത് സന്തോഷമാണ് സങ്കടമാണ്. നല്ല സന്തോഷമുള്ള സംഭവമാണത്. പക്ഷെ അത് നല്ല രീതിയിൽ നടത്തി കഴിയുന്നവരെ ഒരു ആദ്യമാണ്. ഇനി മമ്മിക്ക് എന്താ പറയാനുള്ളത്? മമ്മി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷം എപ്പോഴും ഇങ്ങനെ ഇത് ഡ്രസ് എടുക്കാൻ പോവാന്നൊക്കെ പറയുമ്പോഴും സെലിബ്രേഷൻ എന്ന് പറയുമ്പോ സന്തോഷമാണ്. അങ്ങനെ നമ്മള് സാരി എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് പറ്റി സാരി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് സാരി കിട്ടിക്കഴിഞ്ഞ കോളടിച്ച പോലെയാണ്. ഒരു വലിയൊരു കാര്യമാണ് സാരി കിട്ടുക എന്നുള്ളത്. ഇവളൊക്കെ ഡ്രസ്സ് നോക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ക്രൂഷ്യലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇവരെ സാരി. അതെ, വെഡ്ഡിങ് സാരി. റിസപ്ഷൻ പിന്നെയും കുഴപ്പമില്ല നമുക്ക്. പക്ഷെ വെഡ്ഡിങ് സാരി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കി ഏകദേശം ഒന്ന് കിട്ടുമോ എന്നുള്ളത്. ഇതാണ് നമ്മൾ ഇന്നലെ നോക്കിയ ബ്ലാക്ക് സാരി. അത് വേറെ സാരി, അത് നോക്കിയില്ല. പക്ഷെ ഞങ്ങൾ നോക്കിയ മറ്റൊരു സാരി കാണുന്നില്ല. ഞങ്ങളിവിടെ തപ്പിക്കൊണ്ടിരിക്കും ഓരോ സാരീൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട്. പക്ഷെ അത് മാത്രം കാണുന്നില്ല. ഇനി അത് പോയോന്നും അറിയില്ല, ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടോന്നും അറിയില്ല. നല്ല തിരക്കായതുകൊണ്ട് ഇതുണ്ടോ സാരികളൊക്കെ ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ഈ ഒരു കൂട്ടത്തില് തപ്പിക്കൊണ്ടിരിക്കുക. ഇന്നലെ നോക്കി ആ ഒരു സാരി കിട്ടിയ കഴിച്ചിലായി. അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കമ്മ. മമ്മി ഒരു സാരി കൈ പിടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടാട്ടെ
ഞങ്ങൾക്ക് ഇന്നലെ നോക്കി വെച്ചതിന് മമ്മിക്ക് എന്ന് പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടാവും. ഈ സാരി ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി. സാരിയാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സാരി. അതെ, കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്ലോറൽ വർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇത് ഉമ്മക്ക് കാണിച്ചു കൊടുക്കും. ഉമ്മയാണെങ്കിൽ ഓക്കെ പറയേണ്ടത്. മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടോ? മമ്മിക്ക് നോക്കണോ? മമ്മിക്ക് എനിക്ക് തോന്നുന്നത് ഈ കളർ മമ്മിക്ക് ഈ കളറും ഉണ്ട്, പിങ്ക് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ മമ്മിക്ക് അതല്ലാത്ത ഏതെങ്കിലും ഒരു കളർ അമ്മ ആ സാരി ഫിറ്റ് ചെയ്ത് നോക്കിയാണ്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ വർക്ക് നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ അടിയിലുള്ളതാണ് ബ്ലൗസ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ അഭിപ്രായം? എനിക്ക് ഇഷ്ടമായി. പക്ഷെ അമ്മ പറയുന്ന ഒരു മെറ്റീരിയൽ അല്ല, അത് നമ്മൾക്ക് കുഴഞ്ഞു കിടക്കുന്ന എന്നെ പോലെ തന്നെ കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയലാണ് ഇഷ്ടം. അത് മാത്രം അതല്ല എന്നുള്ളൂ. അല്ലാതെ സാരി സാരി കൊള്ളാം. ഉമ്മ ഇപ്പൊ ബ്ലാക്ക് സാരി വെച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടുന്ന സാരിയാണ്. പോകരുതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബ്ലാക്ക് ആവുമ്പൊന്നും ആലോചിക്കല്ല. ഉമ്മക്ക് പറ്റി കുഴഞ്ഞ സാരിയാണ്. ഇതിനെക്കാട്ടി കൂടുതൽ ഉമ്മയാണ് ട്രയൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം, ഇവിടെ ഒരാള് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അത് ട്രൈ ചെയ്യാനുള്ള സാരികളെല്ലാം കയ്യെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത് ഉമ്മയ്ക്കും മമ്മിക്കും എല്ലാം കൂടെ മിക്സാക്കി കയ്യെ പിടിച്ച് നിൽക്കുന്നു. ഇമ്മ തന്നെ എടുത്ത് മതിയായിരുന്നു. ഉമ്മക്ക് ഇത് ഓവർ ആവുന്നൊരു കൺഫ്യൂഷൻ കഴിച്ചു. ഇങ്ങനെ ആവണ്ടേ, ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇടണ്ടേ. മമ്മി ഇപ്പൊ ഞങ്ങൾ ഇന്നലെ മാറ്റി വെച്ച ആ സാരി ഒന്ന് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ലാവൻഡർ കളറ് എനിക്ക് എന്തോ മമ്മി എടുത്തപ്പോൾ ഇഷ്ടമായി. എനിക്കിത് രണ്ടുപേർക്കും ഇഷ്ടമായില്ല ആ സാരി. സാരി എനിക്ക് എന്തോ ഒരു ഉദ്ദേശം. അപ്പോൾ 5 സെലക്ട് ചെയ്ത സാരി ഇതാണ്. ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് രസം തോന്നിയിട്ട് ഒരു കളർ, നല്ലൊരു കളർ. ഇപ്പോൾ മമ്മീൻ്റെ ഷോപ്പിംഗ് ആണ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ആ ബ്ലാക്ക് സാരി മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അടുത്തത് മമ്മി ഈ സാരി ഒന്ന് വെച്ച് നോക്കാണ്. സംഭവം ബോഡി സിമ്പിളാണ്, പക്ഷെ അതിൻ്റെ കളറും ആ അറ്റത്തുള്ള വർക്കും നല്ല രസമുണ്ട്. പക്ഷെ മമ്മീൻ്റെ ഇങ്ങനത്തെ സാരി ഒക്കെ ഉള്ള പോലെ ഉണ്ട്, എനിക്ക് ഈ കളർ ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മമ്മിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ബേജ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. മമ്മിക്ക് വെറൈറ്റി പിടിച്ചാലോ? വെറൈറ്റി പിടിക്കാമെന്ന് എനിക്ക് പിടിച്ചാലോ? നെറ്റാ വെറൈറ്റി. നെറ്റിൽ മമ്മിക്ക് എൻ്റെ എൻഗേജ്മെന്റിനും 5ന്റെ എൻഗേജ്മെന്റിനും മമ്മി നെറ്റാണ്. മമ്മി ഇത്ര സിമ്പിളായ പോരാ. മമ്മി ഇത്ര സിമ്പിളായ പോരാ. എനിക്ക് കുറച്ചും കൂടെ വർക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാരി എനിക്ക് ഇഷ്ടാവുകയും ചെയ്ത്. എനിക്ക് കുറച്ചും കൂടെ വർക്കുകൾ നോക്കാം. നല്ല രസമുണ്ടായിരുന്നു. സംഭവം ചേരുന്നുണ്ട്. മെറ്റീരിയൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ, റെഡ് കളർ. അമ്മോ, പക്ഷെ സംഭവം സാരി ഭയങ്കര രസമുണ്ട് കേട്ടോ. അല്ല, ഇങ്ങനത്തെ സാരി എനിക്കുണ്ട്, അതെനിക്ക് ഓർമ്മ. ഇമ്മേനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാമിക്ക് ഇഷ്ടമായ സാരി ഷാമി വെച്ച് നോക്കിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അമ്മ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട്, നല്ല മംഗള പോലെ. അതൊരു ശരിക്കും ഒരു ബ്രൈഡിന്റെ അമ്മ എന്നൊക്കെ പറയും. ബ്രൈഡിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് സാധനമായിരുന്നു. ഇനി എന്ത് പരിപാടിക്ക് ഇത് ഞാൻ സെലക്ട് ചെയ്താണ് രസ്വാമിക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇത് വർക്കാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നുന്നു. എന്തോ രസമുണ്ട്. ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. അതിന്റെ കളർ ഒരു ബ്രൗൺ കളറിലേക്ക്, കാണുമ്പോ ഒരു എന്താ പറയുക, എന്തോ കാരമൽ ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് വെച്ചില്ലേ നമ്മളെങ്ങനെ അതുള്ളത്, അത് നല്ല അങ്ങനെ നമുക്ക് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സാരി എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമുക്ക് അടുത്തത്. റിസപ്ഷന് ഇടാനാണോ വെഡ്ഡിങ്ങിന് ഇടാനാണോ എന്നുള്ളത് തീരുമാനമാക്കിയില്ല. മമ്മിക്ക് ഇതാ ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തത്. മമ്മിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ലാസ്റ്റ് എടുത്തു, ഇഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ഫിക്സ് ചെയ്തത് ഇതാണ് ഗൈസ്. തഞ്ചീൻ്റെ സെലക്ഷനാണ്. കാലം ഇവിടുത്തെ പർച്ചേസിങ്, സാരി പർച്ചേസിങ് കഴിഞ്ഞു. ബാക്കി ഞങ്ങളിങ്ങനെ എന്താ കുറച്ച് ടോപ്സിൻ്റെ ക്ലോത്തൊക്കെ അതേ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പം 2 ഷോളായിട്ടുള്ളത് ഞാനെടുത്തു. എനിക്ക് ഷോൾ എടുത്തിട്ട് ഇപ്പോൾ കുർത്തടിക്കുക എന്നുള്ളൊരു ഹോബിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പം 2 ഷോൾ എടുത്തു.
പിന്നെ അഞ്ചി അതേപോലെ മെറ്റീരിയൽ ഒന്നും എടുത്തിട്ടുണ്ട്. ഷാമി പിന്നെ അതേ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉമ്മക്കും മമ്മിക്കുള്ള ഡ്രസ്സുകൾ സാരികൾ ഓരോന്നോരോന്ന് വീതം എടുത്തിട്ടുണ്ട്. ബാഗിലൊക്കെയാണ് ഗൈസ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കുന്നു. അതെ. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇനി എന്താ എങ്ങോട്ടാ പോവാന്നുള്ള ആലോചിക്കണം. അത് നമുക്ക് ചായ കുടിച്ചുകൊണ്ട് ആലോചിക്കാം. കാരണം വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ ഇവർക്കൊക്കെ ക്ഷീണമാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കോഫി കുടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ആലോചിക്കുക ഗൈസ്. എന്തായാലും ഓരോരോ സാരി കിട്ടി. അതിനിപ്പോൾ റിസപ്ഷൻ ആണോ വെഡിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് മാത്രം തീരുമാനിച്ചാൽ മതി. നമുക്ക് കുറച്ചുകൂടെ ഉമ്മൻ്റെത് വലിയ ബാഗാണ് ഗൈസ്. ഉമ്മ ഹാപ്പിയായി. സാരീനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് ബാഗ് കിട്ടിയപ്പോഴേക്കും ഉമ്മ ഹാപ്പി ആയത്. എനർജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിമുട്ടയാണ് ഗൈസ് കഴിക്കുന്നത്. കടലയും കോഴിമുട്ടയും ചായയും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോലും കോഴിമുട്ട എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കോഴിമുട്ട എന്ന ആഗ്രഹം പോലും. ഗൈസ് നമ്മൾ വേറെ സാരി നോക്കാനും കൂടെ വേണ്ടിയിട്ട് വന്നാണ്. ഒരു സാരി എല്ലാം എടുത്തു. അതെ, മമ്മിക്ക് പിങ്ക് അല്ലാത്ത വേറെ അതെ, പിങ്ക് അല്ലാതെ പേസ്റ്റൽ പച്ച. ഇപ്പം മനസ്സിലായില്ലേ ശ്രീക്ക് എങ്ങനെയാണ് ഈ പിങ്ക് പേർപ്പിളൊക്കെ ഇഷ്ടമായത്. ഒന്ന് സെറ്റ് ചെയ്തവരെ എടുക്കാം. ഇത്രേ ഉള്ളൂ. മമ്മിക്ക് പേസ്റ്റൽ കളർ തന്നെയാണ് ചേരാന്ന് തോന്നുന്നു. മമ്മിക്ക് ഇഷ്ടാവുന്നതും പേസ്റ്റൽ കളേഴ്സ്. അതെ. അപ്പോൾ മമ്മിക്ക് ഈ സാരി എടുത്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മി ഇത് ഫിക്സ് ചെയ്തു ഗൈസ്. കല്യാണത്തിനും കിട്ടി, റിസപ്ഷനും കിട്ടി. മമ്മീൻ്റെ കഴിഞ്ഞു. മമ്മീൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഫിക്സ്ഡ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡിസൈനാണ് ഇത്. ബ്ലാക്ക് എടുത്തതുകൊണ്ട് ഒരു ഡൗട്ട്. ആ ബ്ലാക്ക് പിന്നെ അങ്ങനെ എപ്പോഴും എടുക്കാൻ പറ്റും. ബ്ലാക്ക് അല്ല, ഭയങ്കരമായ കൺഫ്യൂഷനിലാണ് ഗൈസ്. കാരണം നമുക്ക് ആ 2 ബ്ലാക്ക് സാരി ഇഷ്ടപ്പെട്ടു. ഒന്ന് ഓൾറെഡി വാങ്ങി, പിന്നെ ഇപ്പോൾ എടുത്ത് നോക്കിയ ബ്ലാക്ക് സാരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 ദിവസം 2 ബ്ലാക്ക് സാരി എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് സാരി ഇവിടെ ഉപേക്ഷിക്കുകയാണ്. നല്ല ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വേണമെങ്കിൽ നാളെ എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞങ്ങള് 2 ഡ്രസ്സ് മമ്മിക്കും എടുത്തു, 2 സാരി മമ്മിക്കും എടുത്തു. അതായത് കല്യാണത്തിനും റിസപ്ഷൻ. അതെ, ഉമ്മയ്ക്ക് റിസപ്ഷൻ്റെതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്, കല്യാണത്തിൻ്റെത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പല പല കടകളായി കേറി ഇറങ്ങി അവിടെ ഒന്നും സാധനം ഇല്ല. അതായത് കല്യാണത്തിന് പറയുമ്പോ അമ്മ സിമ്പിളിലേക്ക് പോകുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടോണ്ടിരിക്കുകയാണ്. കല്യാണമാണ് മോളതാണ് എന്നുള്ളൊരു ബോധമില്ല. സത്യം, സിമ്പിള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. അതാ മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മെയിൻ ആയിട്ടുള്ള സാധനം കിട്ടും വേണം, അത് ഉമ്മക്ക് ഇഷ്ടാവും വേണം. അതെ, അപ്പൊ എല്ലാം കൂടി നമുക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടത് 2 ബ്ലാക്ക് സാരിയാണ്. അപ്പൊ 2 ദിവസവും 2 ബ്ലാക്ക് സാരി ഇടുക എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് സാരി നമ്മൾ ഒന്ന് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അത് എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കുറച്ചെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. മമ്മീൻ്റെ ഏതായാലും കഴിഞ്ഞ് നിമ്മൻ്റെതും കൂടെ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ഗുലാബി നൈറ്റിന്റെ, ബോളിവുഡ് നൈറ്റിന്റെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതും ഇനി നമ്മൾ വേറൊരു ദിവസം ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ടാറ്റാ.